ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു ഷിരൂരിൽ എന്നുള്ളതാണ് വാർത്ത. പക്ഷേ അത് താൽക്കാലികം മാത്രമെന്നാണ് ഉന്നതതല യോഗത്തിന് ശേഷം കാർവാർ MLAയും കേരളത്തിൽ നിന്നുള്ള 3 MLAമാരും വിശദീകരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ അവിടെ എത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അതുപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ സാധ്യമാണോ എന്നുള്ള ആലോചനകളും നടക്കുകയുണ്ടായി. അരുൺ പാറക്കൽ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ യോഗശേഷവും ഈ ദൗത്യം ഇനി എങ്ങനെ, അതിന്റെ ഭാവി, എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട് അരുൺ? ഉന്മേഷ്, ഈ ദൗത്യം തുടരുമെന്നാണ് ഇപ്പോൾ കാർവാർ MLA വിശദീകരിച്ചത്. പക്ഷേ യന്ത്രങ്ങൾ എത്തിയിട്ടില്ല എന്ന് പ്രധാനമായും പ്രതിസന്ധിയായി തുടരുന്നു. ഈ തൃശൂർ കേന്ദ്രീകരിച്ച് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടേക്ക് എത്തിക്കും. അതിന്റെ ടെക്നീഷ്യൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇപ്പോൾ ഈ ദൗത്യം താൽക്കാലികമായി തടസ്സപ്പെടാനുള്ള ഒരു കാരണമെന്നും MLA വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന, അതായത് പുഴയിലെ പരിശോധന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ മെഷീനുകൾ എത്തിക്കാനുള്ളൊരു കാലതാമസമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നദിയിൽ പരിശോധിച്ച സമയത്ത്, ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ പരിശോധിച്ച സമയത്ത് പുഴയിലെ പരിശോധന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ മെഷീനുകൾ എത്തിക്കാനുള്ളൊരു കാലതാമസമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നദിയിൽ പരിശോധിച്ച സമയത്ത്, ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ പരിശോധിച്ച സമയത്ത് ചെളിയും പാറക്കല്ലുകളും മണ്ണുമല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് മാറ്റിയാൽ മാത്രമാണ് ഈ ലോറി കണ്ടെത്താൻ സാധിക്കൂ എന്ന് MLA വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു ദൗത്യത്തിൽ നിന്ന്, അതായത് അർജുനെ കണ്ടെത്താനുള്ള, ലോറിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ നിന്ന് കർണാടക സർക്കാർ ഒരിക്കലും പുറകോട്ട് പോവില്ല. ഇന്ന് കൃത്യമായ അവലോകന യോഗം ചേർന്നു. കർണാടകയിലെ ഫിഷറീസ് മന്ത്രി മംഗൾ പാണ്ഡ്യ, ജില്ലയുടെ ചുമതലയുള്ള, ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹവും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MLAമാരും കാർവാർ MLAയും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിലുണ്ടായ തീരുമാനം, 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ദൗത്യം തുടരും. പക്ഷേ ഈ യന്ത്രങ്ങൾ എത്തിക്കുന്നതിൽ ചില കാലതാമസങ്ങളുണ്ട്. ആ കാലതാമസം അത് 2 ദിവസത്തിനകം തന്നെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ യന്ത്രം എത്തിയാൽ, അതിന്റെ ടെക്നീഷ്യൻ എത്തിയാൽ ഉടൻ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. അതായത് ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കും, നദി കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്നാണ് കാർവാർ MLA സൂചിപ്പിച്ചത്. അതിനുശേഷം സംസ്ഥാനത്തു നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള MLAമാരും മാധ്യമങ്ങളെ കണ്ടിരുന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, കല്ലാശ്ശേരി MLA M വിജിൻ എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ രക്ഷാദൗത്യം നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ആശങ്ക ഇരുവരും പങ്കുവച്ചു. ഈ കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ഒരുക്കാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ടെക്നീഷ്യനെയും അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാദൗത്യം നിർത്തുമെന്നൊരു ആശങ്ക അവരും പങ്കുവെക്കുന്നുണ്ട്. അത് നിർത്തരുതെന്ന് കേരളം കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരണം, ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരണം, പുഴ കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ തുടരണമെന്നുള്ള ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ദൗത്യം നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പ് കർണാടക സർക്കാർ നടത്തുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇരുവരും നേരത്തെ തന്നെ പങ്കുവച്ചത്. അരുൺ പാറക്കലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. യോഗ തീരുമാനങ്ങൾ അറിയിച്ചത്. ദൗത്യം തുടരും എന്ന ഉന്നതതല യോഗത്തിന് ശേഷം MLAമാർ വിശദീകരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്.